നോക്ക് സാർ, എഴുന്നേക്കുന്നില്ല. വെള്ളം കൂടെ മെല്ലെ മെല്ലെ. സാറേ, എനിക്ക് 25 ലക്ഷം രൂപ അടിച്ചു. ഈ നാട്ടിലെ വലിയ പണക്കാരനാണ് ഞാൻ. എന്താണ് വേണ്ടതെന്ന് വെച്ചാ തമ്പി സാറ് തന്നെ ചെയ്തു തരണം. ചെയ്തു തരാം. ആദ്യം നോക്കാം, അപ്പൂനെ കാണാം. വാ. അല്ല തമ്പിയോ, എന്താണ്? നമ്മുടെ പൊടിയന് ഭാഗ്യക്കുറി അടിച്ചു, 25 ലക്ഷം രൂപ. ആ, പേപ്പറിൽ ഞാൻ ഫലം കണ്ടു. പൊടിയനെവിടെ? പുറത്ത് നിൽക്കുന്നു. വിളിക്ക്. പൊടിയാ, വാ. ടിക്കറ്റ് എവിടെ? തമ്പി, നീ നമ്പർ ചെക്ക് ചെയ്തില്ലേ? ഒരു നമ്പർ വ്യത്യാസമാണല്ലോ. 226677 പകരം 226877 ആണ്. അപ്പു സാറേ, ഒന്നുകൂടെ നോക്കണം. ഇല്ല പൊടിയാ, നിനക്ക് അടിച്ചില്ല. അപ്പു സാറേ, ഒന്നുകൂടെ നോക്കണം. എന്റെ 25 ലക്ഷം പോയി. ഞാൻ ലക്ഷാധിപരല്ല. അയ്യോ. ദേവി, എന്താ അണ്ണാ? പൊടിയൻ ലോട്ടറി അടിച്ചില്ല. 22, 66, 77 ഒരു നമ്പർ മാറിപ്പോയി. ദേവി, നീ എടുത്ത ടിക്കറ്റിന്റെ നമ്പർ നോക്കിയോ? ഇല്ല, ടിക്കറ്റ് ക്ഷേത്രത്തിൽ വെച്ചിരിക്കുന്നു. പോയി നോക്കിട്ട് വാ. ശരി. വെങ്കടേശ്വര, ചേച്ചി ചേച്ചി, നമ്മുടെ ലോട്ടറിക്ക് 1 സമ്മാനം ലഭിച്ചു. അതെയോ? ചേട്ടാ ചേട്ടാ, എന്താ? നമ്മുടെ ലോട്ടറിക്ക് 1 സമ്മാനം ലഭിച്ചു. എവിടെ നോക്കട്ടെ. അതെ, ഇത് തന്നെ, ഈ നമ്പർ തന്നെ. നമുക്ക് ഈ വിവരം അപ്പൂനെ അറിയിക്കാം. ദേവി വരൂ. അപ്പു, ദേവിയുടെ ഭാഗ്യക്കുറിക്ക് 1 സമ്മാനം ലഭിച്ചു. ആ ടിക്കറ്റ് ദേവിയുടേതാണോ? അതെ. ഇതാണോ? സന്തോഷം. കിട്ടേണ്ട ആൾക്ക് തന്നെ കിട്ടി. അപ്പൊ ഇത് സൂക്ഷിക്കണം. വേണ്ട മോളെ, ബാങ്കിൽ ഏൽപ്പിക്കുന്നതാണ് എന്നെക്കാൾ സുരക്ഷിതത്വം. ബാക്കി കാര്യങ്ങൾ ചെയ്തു തരാൻ ഞാൻ ബാങ്കിൽ വിളിച്ച് സംസാരിക്കാം. എന്നാ വരട്ടെ. ശരി. തമ്പി സാറില്ലേ ചേച്ചി? ഇല്ല, എന്താ കാര്യം? തമ്പി സാറിനെ അപ്പു അന്വേഷിക്കുന്നു. വന്നാൽ ഉടനെ ചെല്ലാൻ പറഞ്ഞു. വന്നാൽ ഉടനെ പറയാം. ശരി. തിയേറ്റർ എവിടെയാണ്? ആശുപത്രിയിൽ. ഞാൻ ചോദിച്ചത് ഓപ്പറേഷൻ തിയേറ്റർ അല്ല, സിനിമാ തിയേറ്റർ. ആ, അതവിടെ. ഇവനാണ്. പൊടിയൻ മാനേജർ ഉണ്ടോ? പൊടിയൻ മാനേജരല്ല, ഓപ്പറേറ്ററാ. മാനേജറോ ഓപ്പറേറ്ററോ? പൊടിയൻ വിളിച്ചാൽ മതി. ആ, വിളിക്കാം. ഇതാരി? ഞാൻ സുന്ദരി, പറഞ്ഞാൽ അറിയും. ആ, കേറി വാ. പിള്ളേരുടെ നിൽക്കും, ഞാൻ വിളിക്കാം. പൊടിയന്റെ മകനാണോ? അച്ഛനെവിടെ? ഇതാ. കോമള, ഇത് തന്നെ പൊടിയന്റെ. ഇതാണോ ചേച്ചിയുടെ ചേട്ടൻ? അതെ. സുന്ദരിയും സുശീലയും എന്റെ ചേച്ചി ഈ കുരങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അല്ലയാ, എന്റെ ചേച്ചി സ്വീകരിച്ചില്ലെങ്കിൽ കുത്തി കുടഞ്ഞെടുക്കും. സുന്ദരി, ഇതാരാണ്? കോമളൻ, എന്റെ അനുജൻ. ഇപ്പൊ ജയിലിൽ നിന്ന് വന്നതേ ഉള്ളൂ. നിന്നേക്കാൾ അപ്പുറം അഭ്യാസം എനിക്കറിയാം. ഇതെല്ലാണോ മാംസാണ്? ചേട്ടാ, നമുക്ക് ചേട്ടന്റെ വീട്ടിൽ പോകാം. ആ, പോവാ. സുന്ദരി, ഇപ്പൊ പോയ പ്രശ്നമാണ്. അതുകൊണ്ട് തൽക്കാലം ഞാനൊരു വാടക വീടെടുത്ത് തരാം. 2 ദിവസം കഴിഞ്ഞു പോവാ. ഒന്നും തോന്നരുത്. വരുവളിയാ. ആ, തമ്പിയോ, വാ ഇരിക്ക്. രാവിലെ ഞാൻ ആള് പറഞ്ഞയച്ചിരുന്നല്ലോ. ഞാനിപ്പോൾ വീട്ടിലെത്തിയതേ ഉള്ളൂ. ഉടനെ ഇങ്ങോട്ട് പോന്നു. തമ്പി, എനിക്ക് വയസ്സായി. ഞാൻ കാശിയിൽ താമസം മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ രവിക്ക് ഫോൺ ചെയ്തിരുന്നു.
ഇതൊക്കെ വിൽക്കാനാണ് അവന്റെ നിർദ്ദേശം. എന്താണ് തമ്പിയുടെ അഭിപ്രായം? ഞാൻ എന്ത് പറയാൻ, എല്ലാം അപ്പുവിന്റെ ഇഷ്ടം. ഈ സ്വത്തൊക്കെ തമ്പിയുടെ അച്ഛന്റെ വകയായിരുന്നു. തമ്പിക്ക് അറിയാമോ? എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിലയായി എന്താണ് തരാൻ ഇഷ്ടമെങ്കിൽ അതിങ്ങ് തരിക. ഞങ്ങൾ എത്ര രൂപയാണ് തരേണ്ടത്? വസ്തുവിന്റെ പകുതി വില തന്നാ മതി. ശരി അപ്പു, ഞാൻ പിന്നീട് വരാം. ശരി. അപ്പുവിന്റെ സ്വത്ത് പകുതി വിലയ്ക്ക് തരാമെന്ന് നീ എന്ത് പറയുന്നു? ഇത്രയും സ്വത്തുക്കൾ പകുതി വിലയ്ക്ക് കിട്ടുന്നത് നമ്മുടെ കുട്ടികളുടെ ഭാഗ്യമാണ്. നമുക്കത് വാങ്ങാം. ഗൗരി എന്ത് പറയുന്നു? ദേവി പറഞ്ഞതുപോലെ നമ്മുടെ ഭാഗ്യമാണ്. നാളെ തന്നെ വാങ്ങാനുള്ള ഏർപ്പാട് ചെയ്യാം. ഹലോ, ആരാ സംസാരിക്കുന്നേ? ഹലോ, പേരനല്ലേ? ആ അപ്പുവോ? ആ പേരാ. പഴയ വീടും തിയേറ്ററും 30 ഏക്കർ എസ്റ്റേറ്റും തമ്പിക്ക് കൊടുക്കുകയാണ്. ഞാൻ കാശിയിൽ പോകുന്നു. ആ അപ്പു കാശിക്ക് പോകുമ്പോ മറക്കാതെ ഡീഡി എടുത്തോണ്ട് പോകണം. അടുത്ത ആഴ്ച വിളിക്കാം. ശരി, വെക്കട്ടെ. ദേവി, ഈ വീടിന്റെ താക്കോൽ നിന്റെ കയ്യിലിരിക്കട്ടെ. അണ്ണന്റെ കൈ കൊടുത്താൽ മതി. ദേവി നിന്റെ കുടുംബത്തിലെ മഹാലക്ഷ്മിയാണ്. അവളെ ഒരു തരത്തിലും വിഷമിപ്പിക്കരുത്. മോളെ, നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ചായ കിട്ടിയില്ല. എടുത്ത് കൊറേ എന്തിനിവിടെ വന്നു? 2-3 ദിവസമായി വാടക ആക്കിയിട്ട് അലിയുര കണ്ടില്ല. ചേച്ചിരിക്കേണ്ട വീട് ഇതാണ്. നീ അത്തോ ആക്കിയാ നോക്കിക്കോളാം. എന്റെ അമ്മ. ഇപ്പൊ ചായ അടി. എന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിനക്ക് എന്താണ് കാര്യം? എവിടെയാണ് പുറത്ത്? ഛീ, നീ എന്താണ് പറഞ്ഞത്? എനിക്ക് പോയി കാര്യം ഭർത്താവോ? എന്റെ ഭർത്താവാണ് നീ. നീ ഇറങ്ങടി വെളി, നീ ഇറങ്ങടി വെളി. ഇത് കുട്ടാ. Tingle, tingle, little star, how I wonder what you are. Ba. നമ്മൾ ഈ വീട്ടിൽ വന്നിട്ട് ഇതുവരെ എസ്റ്റേറ്റ് കാണാൻ പോയില്ല. നമുക്ക് കുട്ടികളെയും കൂട്ടി എസ്റ്റേറ്റ് കാണാൻ പോകാമോ ചേട്ടാ? അതെ അണ്ണ, നമുക്ക് എസ്റ്റേറ്റ് കാണാൻ പോവാം. ശരി, പോകാം. തമ്പി സാറേ, എന്താ പൊടിയാ? ഒരു ചെറിയ കാര്യം പറയാനുണ്ടെന്ന് പുറത്തേക്ക് വരണം. സാരമില്ല, പറയൂ. വീട്ടിനുള്ളിൽ 2ാം ഭാര്യ സുന്ദരി വന്നതും തല്ലു തുടങ്ങി സാറ്. വിലക്കാൻ ചെന്ന എന്നെ രണ്ടും കൂടി തൂക്കിയെടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. സാറുടനെ വന്നെന്നെ രക്ഷിക്കണം. ലക്ഷ്മിയല്ല, വേറെ ഏത് ഭാര്യയായിരുന്നാലും അതേ ചെയ്യൂ. സ്വന്തം ഭർത്താവിനെ മറ്റൊരു സ്ത്രീക്ക് പങ്കുവയ്ക്കാൻ ഒരു ഭാര്യയും സമ്മതിക്കുകയില്ല. ഒരു തെറ്റ് പറ്റിപ്പോയി, ഇനി അങ്ങനെ ഉണ്ടാവൂല. ഞാൻ പോയി നോക്കിയേച്ചു വരാം. നിങ്ങൾ റെഡി ആയിരിക്കും. കണ്ടോ സാറേ, ഇയാൾ എന്നെ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ ഏതാണ്ട് എടുത്തേ കൊണ്ടുവന്നിരിക്കണു. ഞങ്ങൾ കല്യാണം കഴിച്ചു 15 വർഷം കഴിഞ്ഞു. പക്ഷെ ഒരു കുഞ്ഞിക്കാല് കാണാനായില്ല സാറേ. ഇതൊരു പഴയ 35 mm പ്രോജക്ടർ. ഇപ്പോഴത്തേത് 70 mm പ്രോജക്ടർ. ലേറ്റസ്റ്റ് ആണ്. കുട്ടി കിട്ടും. എന്തായാലും നടന്നത് നടന്നു. ഇത് പൊടിയന് മാത്രമല്ല, ചിലർക്കൊക്കെ പറ്റുന്ന അബദ്ധമാണ്. പൊടിയൻ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഭാര്യമാരാണ്. ഇനിയെങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ നോക്കൂ. ആ മോനെ, അളിയനോട് സ്നേഹത്തോടെ പെരുമാറും. വാ. അകത്ത് പോകാം.